ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു അടിപൊളി ഒരു AVR പരിചയപ്പെടുത്താനാണ്. നോർമൽ നമ്മൾ ചെയ്യുന്നേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഹൈ ക്വാളിറ്റി ചെയ്തു വന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം എന്ന് പറയാം. ആംപ്ലിഫയർ ഒക്കെ അസംബിൾ ചെയ്യുന്നവർക്കുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ സ്വന്തം ബോർഡ് വെച്ച് ഒരു ആംപ്ലിഫയർ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത കമ്പോണൻസ് ഒക്കെ വെച്ച് ചെയ്തു വന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രൊഡക്റ്റ്. കുറേ പ്രത്യേകതയൊക്കെയുള്ള ഒരു പക്ക ഒരു ഹൈ ക്വാളിറ്റി രീതിക്കാണ് നമ്മൾ ഇത് ചെയ്തു വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതൊരു 5.1 ആംപ്ലിഫയർ എന്ന രീതിക്കാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും നോർമലി നമ്മൾ ചെയ്യുന്നേക്കാളും കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാന ഡിസൈനിങ് ആണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. ഒരു മിനിമൽ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ഒരു പക്ക ഒരു ബ്രാൻഡ് ക്വാളിറ്റിയുടെ ഔട്ട്പുട്ടും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ഡിസൈനിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ 6 ഇഞ്ച് ക്യാബിനറ്റിലാണ് നമ്മൾ ഇത് ചെയ്തു വന്നിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും നമ്മൾക്ക് അക്രിലിക്കിലായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ക്വാളിറ്റി ഫിനിഷിങ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഡിസൈൻ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ട് സൈഡ് നമ്മുടെ ഡൈനക്സിന്റെ ഒരു ലേബൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺ ഓഫ് സ്വിച്ചിന്റെ ഒരു അവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മൈക്രോ സ്വിച്ചിങ് ആണ് അതിൽ ഓൺ ആകുന്നത്. പിന്നെ നമുക്ക് സബും വോളിയും അതുപോലെ തന്നെ ഫ്രീക്വൻസിയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെയായിട്ട് USB സോക്കറ്റ്, പിന്നെ നമുക്ക് മാസ്റ്റർ കൺട്രോൾ. ഈ കൺട്രോൾ വെച്ചിട്ട് നമ്മൾ ഇൻപുട്ട് സെലക്ട് ചെയ്യാനും ഒക്കെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ നല്ലൊരു അടിപൊളി ഒരു ലുക്കിൽ തന്നെ നമ്മൾ ഫ്രണ്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബാക്ക് സൈഡിലേക്ക് നോക്കാം. ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ G-Starന്റെ റിമോട്ട് കിറ്റാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2 കോയാക്സിൽ ഇൻപുട്ട്, 2 ഒപ്റ്റിക്കൽ ഇൻപുട്ട്, ഒരു HDMI ARC ഓക്സ്, ഇത്രയും മൾട്ടിപ്പിൾ ഇൻപുട്ടുകളാണ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് സ്പീക്കർ ഔട്ടിന് വേണ്ടി നമ്മൾ ബനാന സോക്കറ്റ് തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തു വന്നിട്ടുണ്ട്. പിന്നെ ഫാനിൻ്റെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഓൺ ഓഫ് സ്വിച്ചും കമ്പ്യൂട്ടർ കോഡ് വെയറും നമ്മൾ ഇതിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ക്വാളിറ്റി ഫിനിഷിങ്ങിലാണ് നമ്മൾ ബാക്ക് സൈഡും പാനലിലൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്തു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശം എന്തൊക്കെ ഇനി ഇതിൻ്റെ ഉൾവശത്തേക്ക് നോക്കുവാണെങ്കിൽ എല്ലാം ഡെനക്സിൻ്റെ ബോർഡ് വെച്ചിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ടിലും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് നമ്മുടെ 5 ചാനലിന് ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റ് സിങ്ക് ആണ്. നല്ലൊരു വെയിറ്റ് വരുന്ന ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫാൻ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് നമ്മൾ ബോർഡിലേക്ക് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഡെനക്സിൻ്റെ തന്നെ ഇതൊരു 5 ചാനൽ ബോർഡാണ്. പെർ ചാനൽ 100 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ, പവർ സപ്ലൈ, അതുപോലെ തന്നെ ഫ്യൂസ് എല്ലാം കൂടെ വരുന്ന ഒരു മെയിൻ ബോർഡ് തന്നെ നമുക്ക് പറയാം. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ഈ ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്ററൊക്കെ ആണെങ്കിലും എല്ലാം നമ്മുടെ ഒറിജിനൽ ട്രാൻസിസ്റ്ററും ഒറിജിനൽ കമ്പോണൻസുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ടിൽ നമുക്കത് ശരിക്കും അറിയാനുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നോയ്സ് ഒന്നും ഇല്ലാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് നമ്മുടെ ഈ ബോർഡിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ഇതിൻ്റെ അകത്ത് വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു 3030 ആണ് നമ്മൾ ഈ 5 ചാനലിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. അതൊരു 12 ആംപിയർ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ട്രാൻസ്ഫോമറും ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മുടെ സബിൻ്റെ ബോർഡാണ്. 1500 വാട്ട്സ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബോർഡ് തന്നെയാണ് അതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡെനക്സിൻ്റെ 6 ട്രാൻസിസ്റ്റർ ബോർഡ്. അതിന് നമുക്ക് ഈ ടൈപ്പിലുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സബ് നമ്മളൊരു 5 മണിക്കൂർ 4-5 മണിക്കൂർ കണ്ടിന്യൂ നമ്മൾ വർക്ക് ചെയ്തിട്ടും അത്ര ഹീറ്റോ കാര്യങ്ങളൊന്നും ആകുന്നില്ല. ആ രീതിക്കാണ് ഇതിന്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ കൂടെ സോഫ്റ്റ് സ്റ്റാർട്ടർ വിത്ത് മൈക്രോ സ്വിച്ചിങ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ ആമ്പ് ഓൺ ആകുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ പവർ ഓൺ ആക്കുക, അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പ്രസ് ചെയ്താൽ മതി. കണ്ടില്ലേ, നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആമ്പ് ഓണായി വരും. അതായത് ഒരു ബ്രാൻഡ് സെറ്റപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു നമുക്ക് ഈ രീതിയിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്നതിന് കാരണം തന്നെ നമ്മുടെ സ്വന്തം ബോർഡ് ആയതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടൊറേറ്റർ ട്രാൻസ്ഫോമർ ആണെങ്കിലും നമ്മളൊരു ഹെവി ആയിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്നതാണ്.
ഇനി അടുത്ത് നമ്മൾ പറയേണ്ടത് ജി സ്റ്റാറിൻ്റെ കിറ്റാണ്. നല്ലൊരു കിറ്റാണ്. ഇപ്രാവശ്യം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കിറ്റിന് ഫോൾട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാസും ട്രിബിളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ലാതെ ബാക്കിയെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഡെനക്സിൻ്റെ തന്നെ ഒരു സബ് ഫിൽറ്ററാണ്. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്ന ഫിൽറ്ററാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫ്രീക്വൻസിയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സബിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഓവറോൾ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടും നല്ലൊരു പെർഫോമൻസ് ആയിട്ടുള്ളൊരു ആംപ്ലിഫയർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സപ്പോർട്ടിംഗ് ആകുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡോൾബി DTSും അതുപോലെ തന്നെ നമുക്ക് 2 ഒപ്റ്റിക്കൽ ഇൻപുട്ട്, 2 കോയാക്സിൽ ഇൻപുട്ട്, 2 ഓക്സ് ഇൻപുട്ടുകൾ, അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ആംപ്ലിഫയർ. ഇതിന്റെ ചാനലിൽ നമുക്ക് 100 വാട്ട്സിലാണ് ഔട്ട്പുട്ട് വരുന്നത്. സബ് ആണെങ്കിൽ 300 വാട്ട്സും. ആ രീതിക്കാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാലും ഇത് ചെയ്ത് വന്നപ്പോഴത്തേനും നല്ല റിസൾട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കാം, നിങ്ങളത് ചെക്ക് ചെയ്യുക. ആവശ്യക്കാർക്ക് നമ്മുടെ സൈറ്റിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാനാണെങ്കിൽ www.dennisoddy.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക, പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.